അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബ സുരക്ഷ എല്ലാവരുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. നമ്മുടെ ജന്മത്തിന് കാരണക്കാരായി റബ്ബ് നിശ്ചയിച്ച മാതാപിതാക്കൾ, ഏതു പ്രതിസന്ധികളിലും നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, സ്നേഹത്തിലും കാരുണ്യത്തിലും നെയ്തെടുക്കപ്പെട്ട ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, കൺകുളിർമയേകുന്ന നമ്മുടെ മക്കൾ, ഇവരുടെയെല്ലാം സുരക്ഷയ്ക്കായാണ് പലരും ഒരു പുരുഷായുസിൻ്റെ വലിയൊരു അധ്വാനം മാറ്റിവെച്ച് സ്വന്തമായൊരു വീട് പണിതത്. ഏറെ സമ്പത്ത് ചെലവഴിച്ചാണെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ ഭാവിയിലെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേക്ക് ഏറ്റവും നല്ല ചികിത്സയൊരുക്കുന്നു. അതിൻ്റെ പിന്നിലും ലക്ഷ്യം അവരുടെ സുരക്ഷയാണ്. ഒരുപക്ഷേ നമ്മൾ സ്നേഹിച്ച് കൊതി തീരും മുമ്പേ നമുക്കേറെ പ്രിയപ്പെട്ടവർ, നാം സുരക്ഷ ഒരുക്കാൻ പരിശ്രമിച്ചവർ നമ്മളിൽ നിന്ന് വിട പറയാം. അനുഭവങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത്. നൈമിഷികമായ ഈ ദുനിയാവിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കായി ഇത്രമേൽ ശ്രദ്ധിക്കുന്ന നമ്മൾ, നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ ശാശ്വത സുരക്ഷയ്ക്കായി അവരെ തൗഹീദിലധിഷ്ഠിതമായ ആദർശത്തിൻ്റെ തണൽ വീടൊരുക്കി സുരക്ഷിതമാക്കിയിട്ടുണ്ടോ എന്ന ആലോചന വിശ്വാസികളിൽ എപ്പോഴും ഉണ്ടാകണം. കലർപ്പില്ലാത്ത കറകളഞ്ഞ തൗഹീദിൻ്റെ ആദർശം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബം തീരാദുഃഖത്തിൻ്റെ കേന്ദ്രമായ നരകത്തിൽ നിന്നും സുരക്ഷിതരാവുകയുള്ളൂ. സ്നേഹനിധിയായ റബ്ബ്, നമ്മളേറെ സ്നേഹിക്കുന്ന റബ്ബ്, നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് വേണ്ടി അവരെ ശാശ്വത സുരക്ഷ അവർക്കൊരുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ. വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്ത് തഹരീമിൻ്റെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഓ അൻഫുസകും വ അഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹ മലായികത്തുൻ ഇലാദുൻ ഷിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. സത്യവിശ്വാസികളെ, സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക. അതിൻ്റെ മേൽനോട്ടത്തിന് പരിശുദ്ധ സ്വഭാവമുള്ളവരും അതേപോലെ തന്നെ അതിശക്തരുമായ മലക്കുകളുണ്ടായിരിക്കും. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ശക്തമായ താക്കീത് അള്ളാഹു നമുക്ക് നൽകി. ഈ ആദർശ സുരക്ഷയൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം സ്വന്തം മോനെ ഉപദേശിച്ചത്. വഇദ് ഖാല ലുക്മാനു ലിഇബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു കലർപ്പും ഉണ്ടാകരുത്. ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും ശിർക്ക് കടന്നു വരാൻ പാടില്ല എന്ന ശക്തമായിട്ടുള്ള, അത് ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയ അക്രമമാണ് എന്നുള്ള ഉപദേശം കൊടുത്തത്. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയത്തിലുമെല്ലാം വ്യക്തി ജീവിതത്തിലെ സ്വഭാവ സാംസ്കാരിക രംഗങ്ങളിൽ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലുക്മാൻ അലൈഹിസ്സലാം മോനെ ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശാശ്വതമായ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മളും ദീൻ പകർന്നു കൊടുക്കുന്നതിലൂടെയാണ്, ആദർശം പകർന്നു കൊടുക്കുന്നതിലൂടെയാണ്, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിപ്പിക്കുന്നതിലൂടെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ശാശ്വതമായ സുരക്ഷ ഉറപ്പുവരുന്നത് എന്ന ബോധ്യത്വത്തിന് വേണ്ടി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാം ഈ ആദർശത്തിൻ്റെ വഴിത്താരയിൽ നടന്നു നീങ്ങുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാനും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശം കുടുംബത്തിലേക്ക് പകർന്നു നൽകുവാനുമൊക്കെ തൗഫീഖ് നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.